അതൊന്നും നമ്മളെ ഏൽക്കില്ല. കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ്. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിയമസഭയിൽ സംഭവ വികാസങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും നടന്നു വരുന്നത്. ചില തമാശകളും ഒക്കെ തന്നെ നടക്കാറുമുണ്ട്. അതിൽ ഏറ്റവും വലിയ തമാശയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വായിൽ നിന്ന് വന്നതെന്ന് പലരും പറയുന്നുണ്ട്. എന്റെ കൈകൾ ശുദ്ധമാണെന്ന് ഇരു കൈയും നീട്ടി ഉയർത്തി വെച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതിന് നിയമസഭയിലെ ഭരണപക്ഷത്തെ MLA-മാരും മന്ത്രിമാരും ഒന്നടങ്കം കൈയടിക്കുകയും ചെയ്തു. എന്നാൽ ദൃശ്യങ്ങളിൽ നിന്ന് എല്ലാം വ്യക്തമാകുന്നത് ഒന്നുണ്ട്. മുഖ്യമന്ത്രിയും തൊട്ടു പുറകിലായിരിക്കുന്നത് മന്ത്രി KB ഗണേഷ് കുമാറുമാണ്. അദ്ദേഹം ആദ്യം മുഖ്യമന്ത്രി ഈ കാര്യങ്ങളൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആദ്യം മുഖം കുനിച്ചാണ് ഇരിക്കുന്നത്. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി ഈ ആക്ഷനൊക്കെ കാണിച്ചപ്പോൾ, അതായത് കൈ ഉയർത്തി കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ എന്താ ഇയാൾ ഈ കാണിക്കുന്നത് എന്ന ഭാവത്തിൽ അദ്ദേഹം ഒരു നോട്ടം നോക്കുന്നതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളായൊക്കെ വരുന്നത്. ഗണേഷ് കുമാർ തൊട്ടു പുറകെ ഇരിക്കുന്ന ഗണേഷ് കുമാർ നോക്കുന്ന ആ നോട്ടം അത് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും ചർച്ചയാക്കി മാറ്റിയിരിക്കുന്നത്. കുറെ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ കുറെ കേട്ടിട്ടുള്ളതാണ്. മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഇത്തരത്തിൽ പച്ചക്കള്ളം തുറന്നു പറയാൻ സാധിക്കുന്നു അടക്കമുള്ള ആ ഭാവങ്ങളാണോ അദ്ദേഹത്തിന്റെ ആ നോട്ടത്തിൽ എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുമുണ്ട്. എന്തായാലും എല്ലാവരും, ഭരണപക്ഷത്തെ എല്ലാവരും ഒന്നടങ്കം അദ്ദേഹത്തിന്റെ ഈ ഒരു ഡയലോഗിന് കൈയടിച്ചപ്പോൾ ഗണേഷ് കുമാർ അതിനൊന്നിനും തന്നെ മുതിർന്നില്ല. അദ്ദേഹം ഒന്ന് നോക്കി പിന്നെ വീണ്ടും കുനിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. എന്തായാലും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം. മകളെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ. ആദ്യം ഭാര്യയെക്കുറിച്ചായിരുന്നുവെന്നും പിന്നെ ഇപ്പോൾ മകളെക്കുറിച്ച് പറയുകയാണെന്നും എനിക്കിതൊന്നും പേടിക്കേണ്ടയോ എനിക്കിതൊന്നും ഏശുകയില്ല, കാരണം എന്റെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മാസ് ഡയലോഗ്. ഇതിനാണ് ഭരണപക്ഷ MLA-മാരും മന്ത്രിമാരും ഒന്നടങ്കം കൈയടിച്ചത്. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ ജസ്റ്റ് ഒന്ന് തുറച്ചു നോക്കി വീണ്ടും കുനിഞ്ഞിരിക്കുകയായിരുന്നു ഗണേഷ് കുമാർ. അതുപോലെ തന്നെയാണ് സ്ക്രീനിൽ ഒറ്റ സമയം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗണേഷ് കുമാറിനെയും കാണാം, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും കാണാം. ഇതെല്ലാം കണ്ട് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സ്പീക്കറിനെയും കാണാം. എന്താ ഈ മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് നോക്കിക്കൊണ്ട് സ്പീക്കറും ഇരിക്കും നമുക്ക് വ്യക്തമായി തന്നെ കാണാം. എന്തായാലും അതിന്റെ ചൂട് പിടിച്ച് ഇപ്പോൾ ഒരുപാട് ട്രോളുകളും ഒക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും ഈ ഗണേഷ് കുമാറിന്റെ നോട്ടം അത് ഒന്നൊന്നര നോട്ടമായി പോയെന്ന് പലരും പറയുന്നുമുണ്ട്. എന്തായാലും ഇപ്പോൾ ട്രോളുകളായൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു നോട്ടം. അതിനുശേഷമാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയത്. എന്റെ മകൾ അവളുടെ അമ്മയുടെ പെൻഷൻ തുകയുമായി ബന്ധപ്പെട്ടാണ് ബിസിനസ് തുടങ്ങിയത്. ചെറിയ രീതിയിലൊക്കെ തന്നെ ബിസിനസ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞ ഭാര്യയാണ് മകൾക്ക് ഈ ഒരു കാശ് നൽകിയത് നടക്കമുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ആദ്യം ഭാര്യയെക്കുറിച്ചായിരുന്നു, എന്നാൽ പിന്നീട് ഇപ്പോൾ മകളെക്കുറിച്ചാണ് എല്ലാവരും സംസാരിക്കുന്നത്. മുമ്പ് കൊട്ടാരംപുരത്തെ വീടുണ്ടെന്നൊക്കെ പറഞ്ഞു, എന്നാൽ അതൊന്നും തന്നെ ഇപ്പൊ പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരും മകളെയാണ് പിടിച്ചിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ട്. എന്തായാലും അതിനുശേഷമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്തായാലും ഈ ഒരു കേസ് ഏറ്റെടുക്കുന്നത്. ക്ലിഫ് ഹൗസിൽ കഴിഞ്ഞ ദിവസം രാത്രിയൊക്കെ തന്നെ ഉറക്കമില്ലാത്ത ചർച്ചയായിരുന്നു നടക്കമുള്ളവ ഇപ്പോൾ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്.